പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആശ്രയമീശോവിൽ ഇന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ മാസം 19 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ശത്രു വെച്ച അതിരുകളെ ജയിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 18-ാം സങ്കീർത്തനം അതിന്റെ 29-ാമത്തെ വാക്യം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന ചിന്ത, ശത്രു നമ്മുടെ മുമ്പിൽ വെച്ച് അതിരുകളെ ജയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ, ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ദൈവത്താൽ ശത്രു നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന അതിരുകളെ എന്ന് വെച്ചാൽ ആ കാരാഗ്രഹം, പൗലോസിനെയും ശീലാസിനെയും ഒതുക്കിയ ആ കാരാഗ്രഹത്തിൽ അവർ രാത്രി ഉറങ്ങിയെന്നല്ല, നിരാശപ്പെട്ടെന്നല്ല, അവർ പാടുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കാരാഗ്രഹത്തെ പൊളിച്ചു കളഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രു വെച്ചിരിക്കുന്ന അതിരുകളിൽ തന്നെയാണ് നിങ്ങൾ ജീവിതം തുടരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കണ്ണുനീര് കാണും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കാണും. കാരണം ഫറവോൻ 430 വർഷം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിലാക്കുമ്പോൾ അവരെന്നും കഷ്ടതയിലും കണ്ണുനീരിലും സങ്കടത്തിലുമായിരുന്നു. എന്നാൽ എന്ന് അവർ ചെങ്കടൽ കയറിയോ ആ മിനിറ്റ് മുതൽ മിരിയാവും കൂട്ടരും തപ്പെടുത്ത് ആരാധിക്കാൻ തുടങ്ങി. കാരണം മിരിയാമിനോടും കൂട്ടരോടും ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, ഇനി ഞങ്ങളെ പിന്തുടരുവാൻ ശത്രു ഇല്ലല്ലോ, അവൻ അവസാനിച്ചു, ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ അവകാശികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഫറവോൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു അതിര് വെച്ചിട്ടുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതാ ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുകയാണ്, അവർ കുടുങ്ങിയിരിക്കുകയാണ്, അവർ മരുഭൂമിയിലാണ്, അവർക്ക് ആ ചെങ്കടൽ കയറാൻ കഴിയത്തില്ല, അവരുടെ ജീവിതം ആ അതിരിൽ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഫറവോൻ ഇത് അവരെ പിന്തുടരുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന ആ അതിരുകളെ നിനക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ നീ എന്നേക്കുമായി അവകാശത്തിൽ വരിക മാത്രമല്ല, നീ നിത്യ സന്തോഷം അനുഭവിക്കും, നീ വലിയ അത്ഭുതങ്ങളുടെ അവകാശിയായിത്തീരും. കാരണം ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് സിംഹക്കുഴി അവന് വെച്ച അതിരാണ്. പക്ഷേ സിംഹത്തിന്റെ വായടച്ചുകൊണ്ട് ദൈവം അവന്റെ അതിരുകളെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ അതിരുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ ദേശത്തിൽ അത്ഭുതം കണ്ടവനായി തീർന്നു. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും, ശദ്രക്കും മേശക്കിന്റെയും ജീവിതത്തിനകത്ത് ആ അഗ്നിജാല അതിരായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ തീയിലേക്ക് എറിയപ്പെട്ടവർക്ക് വേണ്ടി 4-മനായി ദൈവം ഇറങ്ങി ആ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവർ ആ ദേശത്തിൽ ഉന്നതി പ്രാപിച്ചു. ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ശത്രു വെച്ച അതിരുകളെ ജയിക്കാൻ തീരുമാനമെടുക്കുമെങ്കിൽ നിങ്ങൾ നിത്യ ആനന്ദത്തിലേക്കും നിത്യ സന്തോഷത്തിലേക്കും വരും. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഒരു ഭാഗം കൂടെ ഞാൻ വേഗത്തിൽ ചിന്തിക്കുകയാണ്. പൗലോസും കൂട്ടരും ഇതാ മെലീത്ത ദ്വീപിലേക്ക് കയറിയാണ്. മെലീത്ത ദ്വീപിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിന്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യം. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. 4-ാമത്തെ വാക്യം. ആ ജന്തു അവന്റെ കൈക്ക് മേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല
എന്ന് തമ്മിൽ പറഞ്ഞു. 3-4 വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് ഈ വാക്യം. ഹല്ലേലൂയ. ഇതാ പൗലോസ് കൂട്ടരും മെലീത്തയിലേക്ക് കയറുകയാണ്. അവർ കപ്പൽ ഛേദത്തിൽ കൊടുങ്കാറ്റിൽ നിന്ന് വലിയ ഈശാനമൂലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതാ മെലീത്തയിലേക്ക് കയറുകയാണ്. എന്നാൽ തണുപ്പ് നിമിത്തം ചൂട് കൊള്ളേണ്ടതിന് വേണ്ടി ബർബരന്മാർ അവർക്ക് വിറക് കൂട്ടി തീയിട്ട് സഹായിച്ചു. അവരെ സഹായിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ കുറെ വിറകുകൾ പറക്കി തീയിലേക്കിടുമ്പോൾ ഒരു അണലി അവന്റെ കൈക്ക് പറ്റുന്നത് കാണുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആദ്യം അണലിയാണ്. എന്നാൽ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇഴജന്തു നല്ല കൊടുത്തേക്കുന്നു. ജന്തു വെളിപ്പെട്ടവന്റെ കയ്യിൽ നിൽക്കുകയാണ്. ആ വാക്യം തീരുന്നതിന് മുമ്പേ ബർബരന്മാർ പറയുന്നു, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ഇതാ നീതിദേവി. ഇപ്പോൾ ആദ്യം അണലിയാണെങ്കിലും 2ാമത് ജന്തു ആണെങ്കിലും 3ാമത് നീതിദേവിയാണെങ്കിലും രക്ഷപ്പെടുവാൻ സമ്മതിക്കുന്നില്ല എന്ന് ബർബരന്മാർ പറയുകയാണ്. അവൻ കുലപാതകൻ എന്ന് വിളിച്ച് പറയുകയാണ്. അവർ വിധി എഴുതി അവന്റെ അവസാനം ഇവിടെയാണ്, അവന്റെ അതിരിവിടെയാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തും ചില ആക്സിഡന്റുകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ശത്രു കൊണ്ടുവച്ചിട്ടുണ്ടാകാം. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ചലിക്കുന്നതിന് വേണ്ടി പ്രഭാതത്തിൽ ഞാൻ പ്രവചിച്ച് പറയുന്നു, അതിനെ ജയിക്കാൻ നീ തയ്യാറാകുക. നിന്റെ അഭിഷേകത്തെ നീ ഉണർത്തുക, നിന്റെ പ്രാർത്ഥനയിൽ നീ ഉണരുക. നിനക്ക് വേണ്ടി വലിയ വിടുതലുകൾ ദൈവം വയ്ക്കാൻ പോകുന്നു. നിങ്ങൾ നോക്കേ, 5-ാമത്തെ വാക്യം വായിക്കാമെങ്കിൽ, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ആ തീയിലേക്ക് ആദ്യം അണലിയായി, 2ാമത് ജന്തുവായി, 3ാമത് നീതിദേവിയായ ശക്തിയെ അവൻ തീയിലേക്ക് കുടഞ്ഞു കളയുകയാണ്. അവൻ ഒരു ദോഷവും സംഭവിച്ചില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ശത്രു വെച്ച് അതിനെ നിനക്ക് ജയിക്കാൻ പറ്റാൻ തുടങ്ങിയാൽ ദേശത്തിലെ വലിയ വാതിലുകൾ നീ കാണാൻ തുടങ്ങും. ദേശത്തിന്റെ വലിയ നന്മകൾ നീ അനുഭവിക്കാൻ തുടങ്ങും. ദേശത്തിലെ ഉന്നതന്മാരുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ തുടങ്ങും. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ബർബരന്മാർ അവനെ കുറിച്ച് പറയുന്നത്, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ഈ വചനത്തെ സ്വീകരിക്കണം. നിങ്ങൾ ഇന്ന് കണ്ട പ്രശ്നം, രോഗം, പ്രതികൂലം, കടബാധ്യത, സങ്കടം, കുടുംബത്തകർച്ച, ഹല്ലേലൂയ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിഷയങ്ങൾ, അതിനെല്ലാം ജയിക്കുന്ന ഒരു ആത്മീക തലം, അതിനെല്ലാം ജയിക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ നോക്കി, നിങ്ങളെ ഇതുവരെയും വിളിച്ചുകൊണ്ടിരുന്ന പേര് മാറ്റി പറയാൻ പോവുകയാണ്. നിങ്ങൾ അത്ഭുതം കാണാൻ പോകുന്നു. ഇതാ പൗലോസിനെ നോക്കി കൊലപാതകൻ എന്ന് പറഞ്ഞ അതേ ജനം ഇപ്പോൾ അവനൊരു ദേവൻ എന്ന് പറയുന്നു. ആ ദേശത്തിലെ പ്രമാണിയുടെ വീട്ടിലേക്ക് അവർക്ക് വാതിൽ തുറക്കപ്പെടുകയാണ്. ദേശത്തിന്റെ വലിയ നന്മകൾ അവർ അനുഭവിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ശത്രു വെച്ച അതിരുകളെ ജയിക്കുക. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായിട്ട് വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ഇവർ ഈ പ്രഭാതത്തിൽ വലിയ നന്മകൾ കാണും. കാരണം ഇവരുടെ മുമ്പിൽ ശത്രു വെച്ച് അതിരുകളെ അവർ ജയിക്കുകയാണ്. അവർ നന്മയിലേക്ക്, അവകാശത്തിലേക്ക് വരികയാണ്. യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. എങ്കിൽ ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ കാണും നിശ്ചയം. ഒരിക്കൽ കൂടെ ഒരു സന്തോഷ വാർത്ത ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേകായിരങ്ങൾക്ക് അത് സൗഖ്യം വിടുതലുമായിട്ടുണ്ട്. നിങ്ങളെയും ക്ഷണിക്കുകയാണ്. വലിയത് സ്വീകരിക്കുവാൻ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.